തുടക്കം എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് ചുവടുവെക്കുകയാണ് വിസ്മയ മോഹൻലാൽ. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് വിസ്മയ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഒരു അഭിമുഖത്തിലാണ് താരം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഞാൻ എന്താണ് പറഞ്ഞതെന്നും ഉദ്ദേശിച്ചതെന്നും എനിക്ക് കൃത്യമായി അറിയാം. ഞാൻ എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മറ്റാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. ഞാൻ എന്താണ് ചിന്തിക്കുന്നതെന്നോ അനുഭവിക്കുന്നതെന്നോ തെളിയിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയേണ്ടതില്ല. എന്നെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യവുമില്ല. മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവരുടെ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ എനിക്ക് ഒന്നും ചെയ്യാനാകില്ല. എനിക്കതിനെ താല്പര്യവുമില്ല എന്നാണ് വിസ്മയ മോഹൻലാൽ പറഞ്ഞത്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ടും പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ടും വിസ്മയ മോഹൻലാൽ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിരുന്നു. അതിന് പിന്നാലെ വിസ്മയക്ക് രാഷ്ട്രീയം അറിയില്ലെന്ന് പറഞ്ഞ് സംവിധായകൻ മേജർ രവി മുന്നോട്ട് വന്നിരുന്നു. അതിന് പിന്നാലെ താരത്തിന് നേരെ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്നും സംഘടിതമായ സൈബർ ആക്രമണവും ഉണ്ടായിരുന്നു. പ്രണവ് മോഹൻലാലിന് പിന്നാലെ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയ രംഗത്തേക്ക് കടന്നുവരുന്ന തുടക്കം എന്ന സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നതോടെ ആരാധക ലോകം വലിയ ആവേശത്തിലാണ്. 95 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലറിൽ ഉടനീളം വിസ്മയുടെ വൈകാരിക നിമിഷങ്ങളും ഭയത്തെ അതിജീവിച്ച് പോരാടാനുള്ള ശ്രമങ്ങളും എടുത്തു കാണിക്കുന്നു. വിസ്മയ്ക്കൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ജോ ആന്റണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. വിസ്മയുടെ ആദ്യ ചിത്രമെന്ന ഹൈപ്പിന് പുറമെ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന്റെ അതിഥി വേഷവും പ്രേക്ഷകരിൽ വലിയ ആകാംക്ഷയാണ് സൃഷ്ടിക്കുന്നത്. ജന്തർ മന്ദറിലെ സമരം നടക്കുമ്പോൾ സ്വന്തം പൗരന്മാരോട് ജനാധിപത്യ രാജ്യം പ്രതികരിക്കേണ്ടത് ഇങ്ങനെയാണോ എന്നാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ വിസ്മയ കുറിച്ചത്. അതിന് പിന്നാലെ ഫേസ്ബുക്കിലൂടെയാണ് കടുത്ത അധിക്ഷേപവും അസഭ്യവും കമന്റുകളായി വന്നിട്ടുള്ളത്. പൃഥ്വിരാജിന്റെ ഗതി എന്താണെന്ന് അച്ഛനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പെട്ടെന്നൊരു പൗരബോധം വന്നല്ലോ, സിനിമയ്ക്ക് ആളെ കൂട്ടാൻ ചില പ്രതികരണങ്ങൾ നടത്തിയാൽ മതിയെന്ന് ആരെങ്കിലും ഉപദേശിച്ചിരുന്നു. പഹൽഗാമിൽ മതം ചോദിച്ച പാവം മനുഷ്യരെ കൊന്നപ്പോൾ മിണ്ടാട്ടം മുട്ടിയവർക്ക് ഇപ്പോൾ സംസാരശേഷി തിരിച്ചു കിട്ടിയതിൽ വളരെ സന്തോഷം. ഇങ്ങനെ പോവുകയായിരുന്നു അധിക്ഷേപ കമന്റുകൾ. മകൾ ലാലേട്ടന്റെ പേര് കളഞ്ഞല്ലോ, മതിയായി, ഇനി ഞാനും കുടുംബവും ഫ്രണ്ട്സും തിയേറ്ററിലേക്കില്ല. രാജ്യത്ത് കലാപം നടത്തുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ സൂക്ഷിച്ചോ, തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു, ചില മക്കൾ പിതാവിന്റെ അന്തകരാവും. ഇങ്ങനെ പല രീതിയിലായിരുന്നു കമന്റുകൾ വന്നത്. എന്നാൽ ഇപ്പോൾ വിസ്മയക്കെതിരെ ചില സംഘപരിവാർ അനുകൂലികൾ നടത്തുന്ന സൈബർ ആക്രമണം എല്ലാ പരിധികളും ലംഘിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച വിസ്മയെ അധിക്ഷേപിക്കുകയാണ് ഒരു തറ നിലവാരമുള്ള സംഖ്യ. വിസ്മയയും മോഹൻലാലും ചേർന്നിരിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് അയാൾ പറയുന്നത് ബിന്ദു പണിക്കർക്കും പൊന്നമ്മ ബാബുവിനും പകരക്കാരി, അത്രമാത്രം. പിന്നെ ഒളിമ്പിക്സിൽ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വെങ്കല മെഡൽ നേടിയ കർണം മല്ലേശ്വരിയുടെ ജീവിതകഥ വെള്ളിത്തിരയിലാക്കിയാൽ അതിൽ നായികയായി ഇവൾ ശോഭിക്കും എന്നാണ്. വിസ്മയുടെ ശരീരത്തെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ അധിക്ഷേപ പരാമർശങ്ങളെല്ലാം. ആ പോസ്റ്റിന് കീഴിൽ വരുന്നത് ഏറെയും വിസ്മയെയും മോഹൻലാലിനെയും അങ്ങേയറ്റം മോശമായ രീതിയിൽ പരാമർശിക്കുന്ന കമന്റുകളാണ്. ഈ നാട്ടിൽ എത്രയോ സുന്ദരികളായ പെൺകുട്ടികളുണ്ട്, അവർക്കൊന്നും അവസരം കൊടുക്കാതെ വിസ്മയെ നായികയാക്കിയത് എന്തിന് എന്നൊക്കെയാണ് ഈ വിഡ്ഢികൾ ചോദിക്കുന്നത്. ഒരു യുവതിയെ ബോഡി ഷേമിംഗ് നടത്തിയ ശേഷം അതിനെ ന്യായീകരിക്കുകയാണ് ഇവർ. കേന്ദ്ര സർക്കാരിനെതിരെ വല്ലതും പറഞ്ഞാൽ അധിക്ഷേപിക്കും എന്നാണ് ഇക്കൂട്ടരുടെ നിലപാട്. ഭൂരിപക്ഷത്തെ ചോദ്യം ചെയ്യാൻ ആരും മുതിരരുത് എന്നൊരു ഭീഷണി കൂടിയാണ് ഇത്തരം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിപ്പിക്കുന്ന അധിക്ഷേപ പോസ്റ്റുകൾ.